തുടരുകയാണ്. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം. സ്കൂൾ വാഹനങ്ങൾക്ക് പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്തുന്നതിനെതിരെയാണ് ജനകീയ സമരവേദിയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഇളവുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ ഇളവുകൾ അവസാനിച്ചോ? ഇപ്പോൾ ഇതിനോട് എങ്ങനെയാണ് ജനത്തിന്റെ പ്രതികരണം? രഞ്ജിത്ത്, പന്നിയങ്കരയിലെ ടോൾ പ്ലാസയ്ക്ക് മുമ്പിലാണ് ഇപ്പോൾ ജനകീയ പ്രതിരോധ സമിതിയുടെ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി, അതുപോലെ തന്നെ വാഹന ഉടമകളുടെ സംഘടനയും ഉൾപ്പെടെയുള്ളവരുടെ സംയുക്ത സമരസമിതി ഇവിടെ ഒരു സൂചന സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ ആദ്യം പ്രദേശത്തുള്ളവർക്കും അതുപോലെ തന്നെ സ്കൂളുകളിലെ വാഹനങ്ങളെയും ഈ ടോളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ അത് തുടരാനാണ് ഇപ്പോൾ ഇവിടുത്തെ ടോൾ പ്ലാസയുടെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ പ്രദേശവാസികൾ പോയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ പ്രതിഷേധം നടക്കാറുണ്ട്. കാരണം 60 കിലോമീറ്റർ വ്യത്യാസത്തിൽ 45 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് 2 ടോളുകൾ ഉള്ളത്. ഇത് അനധികൃതമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 60 കിലോമീറ്ററിന് ശേഷമേ അടുത്ത ടോൾ പ്ലാസ വരാൻ പാടുള്ളൂ എന്നുള്ള നിയമം പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ 2 ടോളുകൾ പ്രവർത്തിക്കുന്നത്. ഇത് നമുക്കറിയാം, കുതിരാൻ തുരങ്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഈ റോഡ് നേരെ തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡാണ്. ഈ കുതിരാന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ടോൾ പ്ലാസ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ കുതിരാൻ നമുക്കറിയാം, ഒന്നോ രണ്ടോ വർഷം മുമ്പ് മാത്രമാണ് ഇതുവഴി വാഹനങ്ങൾ പോകാൻ തുടങ്ങിയത്. പക്ഷേ ഇത് 2009 മുതൽ തന്നെ ഈ ടോൾ പ്ലാസ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ പണം ഈടാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ DYFIയും CPMും ഇവിടെ സമരപരിപാടികളുമായി എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു കാരണവശാലും സ്കൂൾ വാഹനങ്ങൾ, വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ പ്രദേശവാസികളെയും ഇതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമരം ശക്തമാവും. ടോളിലൂടെ എത്തുന്ന വാഹനങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. രഞ്ജിത്ത്, പ്രതിഷേധ സംഗമം നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനകീയ പ്രക്ഷോഭം അവിടെ നടക്കുന്നു. ഇവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുമോ വിനേഷ്? വലിയ സമരമാണെന്ന് മനസ്സിലാകുന്നു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സമരത്തിലാണ് അവർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുമോ? അല്ലേ, അന്ന് ചങ്കൂർത്തോടെ പറഞ്ഞ ധൈര്യം ഇന്ന് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഴയെയും ഒരു വേനലെയും ഞങ്ങൾ പേടിക്കില്ല. ഈ പന്നിയങ്കര പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു. സ്കൂൾ വാഹനങ്ങൾക്കും പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ ജനകീയ സമരവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭം തുടരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. വിനേഷ്, കേൾക്കാമെന്ന് കരുതുന്നു. ഇവരിൽ ആരെങ്കിലും സംസാരിക്കാൻ തയ്യാറാകുമോ നമ്മളോട്? രഞ്ജിത്ത്, നമുക്ക് എന്തായാലും അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. കാരണം ഇപ്പോൾ അവരുടെ ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.